ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇഞ്ചി വെച്ച് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു പുളി ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ഒരു സ്പൂണോളം നമുക്ക് സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാവുന്ന, കുറച്ച് നാളുകളൊക്കെ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു 100 ഗ്രാം ഇഞ്ചിയാണ്. അത് നമ്മൾ ചെറിയ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6ഓളം ചെറിയുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും. പിന്നെ വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ചാലിക്കാൻ വെച്ചിട്ടുണ്ട്. അല്ല നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പച്ചമുളകൊക്കെ ചേർക്കുമ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചിയും ചെറിയുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകൊക്കെ നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. കാരണം നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചിയുടെയൊക്കെ ഒരു കുത്തലൊക്കെ മാറി നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണയിലിട്ടിട്ട് ഇത് മൂന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒന്ന് ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരേണ്ട ഒരു താമസമേ ഉള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളാണ്. അതേപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിന് ആവശ്യമില്ല. അപ്പോൾ അത്യാവശ്യം ഒന്ന് അതിൻ്റെ ആ വെള്ളമയമൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും പോരാ, നമുക്കൊരു നല്ല ഡാർക്ക് കളർ ആവുന്നവരെ നന്നായിട്ട് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചിയും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഇതേപോലെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകരുത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ബ്രൗൺ കളറാക്കി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്നെങ്കിൽ ഫ്ലെയിം ഓഫാക്കാം, അല്ലെങ്കിൽ കുറച്ചിട്ടിട്ട് നമുക്ക് അതിന് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 സ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ചേർത്തിട്ട് ഈ പൊടികളെല്ലാം പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ പുളി ആ വെള്ളത്തിലൊന്ന് ചാലിച്ചതിന് ശേഷം അരിച്ച വെള്ളമാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ. നമ്മൾ പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 സ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗ്രേവിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിക്കായി കിട്ടണം. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഈ കറി അത്യാവശ്യം മധുരം കൂടെ ഉള്ള ഒരു കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ ഒരു അളവിലാണ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോഴത്തേനും തന്നെ നമ്മുടെ ഗ്രേവിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ശർക്കരയും കൂടി ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം.
നമ്മൾ ശർക്കരയും കൂടി ചേർത്തിട്ട് ഒരു 3 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ ആ ഗ്രേവിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ പുളി ഇഞ്ചി അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ തിക്കാവുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. കണ്ടില്ലേ, ഇതേപോലെ സ്പൂണിൽ ഇങ്ങനെ കോരുമ്പോൾ ഇതേപോലെ വിട്ട് വരണം. അപ്പോൾ നമ്മുടെ പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. അതിനുശേഷം നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യക്കൊക്കെ വിളമ്പാവുന്ന ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷായിട്ടുള്ള ഇഞ്ചി വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന പുളി ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. ഇഞ്ചിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട ഒരു താമസമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പലർക്കും ഇത് അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ അറിയത്തില്ലാത്ത എല്ലാ കൂട്ടുകാർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാകണം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.